ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. അപ്പോൾ നമ്മൾ ഇന്ന് കോവയ്ക്ക കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കോവയ്ക്ക രണ്ടറ്റവും ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടു ഇങ്ങനെ നീളത്തിലരിയാം. അപ്പോൾ കോവയ്ക്കൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഈ പാനിലേക്ക് ഒരേ അളവിൽ ചെറിയ ജീരകവും പിന്നെ വലിയ ജീരകവും 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് നമ്മുടെ കോവയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്ക കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ കോവയ്ക്ക വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞതും പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച ആ പൊടിയും ഒന്നിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയുടെ ഇട്ട് കൊടുക്കുക.
പിന്നെ ഒരു പിടി മല്ലിയില, കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. കോവയ്ക്കയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. മസാലയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഈ മിക്സ് കോവയ്ക്കയിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം. ഇപ്പോൾ മസാലയൊക്കെ കോവയ്ക്കയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങാനീര് ഇതിന് മുകളിലൊന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് ഞങ്ങളെ ഫുഡ് ഇതാണ്. കോവയ്ക്ക മസാലയും പിന്നെ ഒരു ഉണക്കമീൻ കറിയും. കോവയ്ക്ക മസാല മാത്രം മതി ചോറുണ്ണാൻ, നല്ല ടേസ്റ്റാണ്. എരിവ് വേണ്ടവർക്ക് കുറച്ച് എരിവ് ഇട്ടിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.